കണ്ടില്ലേ, നല്ല ചൂടോടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ആഹാ, എന്താ സ്മെല്ല്. ഇതിന്റെ കൂടെ ഇത്തിരി സള്ളാസും അത് മാത്രം മതി. ഈ ഇറച്ചിച്ചോറിന് ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പ്രഷർ കുക്കറിലേക്ക് എണ്ണ ചൂടായി സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലോണം വഴണ്ടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ പേസ്റ്റും കൂടി ചേർത്ത് ഒന്നും കൂടി ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മസാല മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ബീഫും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൻ്റെ സ്റ്റോക്ക് ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബീഫ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതാ ബീഫൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ബീഫും ഈ സ്റ്റോക്കൊന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്തിരി ഉള്ളിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇനി ബീഫിൻ്റെ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരിയും കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫും ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.